ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് തനൂട്ടി കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് തനൂട്ടീൻ്റെ ചോറ് കൊടുക്കലിനാണ് പോകുന്നത്. വെള്ളൂർക്കാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് തനൂട്ടിക്ക് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് വയലിലേക്കൊക്കെ വെള്ളം കയറാനായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ശൂന്യത കണ്ട് ആരും വില തന്നെ. കാരണം വയനാട്ടിൽ തന്നെ ദേശീയ ഉത്സവം നടക്കുന്ന അമ്പലം കൂടിയാണ് വെള്ളൂർക്കാവ്. അമ്പലത്തിൽ പ്രതിഷ്ഠ വരുന്നത് ഭഗവതി കേട്ടോ. താഴെക്കാവിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് തെന്നി കിടക്കുന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വയനാടുകാരുടെ വെള്ളൂരമ്മ. വലം വെച്ച് വരുമ്പോൾ തേങ്ങയൊക്കെ ഉടഞ്ഞെടുപ്പുണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ചന്ദനം മേടിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് അവിടെ എൻ്റെ അമ്മായിയമ്മ എൻ്റെ കൂടെ ഉള്ളവർ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ പനങ്കല പോലത്തെ മുടിയുള്ളതാണ് കേട്ടോ എൻ്റെ അമ്മായിയമ്മ. ആളാവുന്ന കാലത്ത് ആരായിരിക്കും. ഇപ്പം തന്നെ 10-52 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇതാട്ടോ തന്നൂട്ടിയുടെ കുഞ്ഞേട്ടൻ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറിയ സമയത്ത് തന്നെ ഒരുപാട് പേര് ചോറ് കൊടുക്കാൻ വരുന്നുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയാട്ടോ. അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തന്നൂട്ടീൻ്റെ മുണ്ട കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാ എൻ്റെ അച്ഛമ്മ നിങ്ങൾ എന്നെ കാണിച്ചു? നിങ്ങൾക്ക് ഈ മുണ്ടൊക്കെ ഒന്ന് മര്യാദ കൊടുത്തു തന്നൂടെ? മര്യാദയ്ക്ക് എൻ്റെ ചോറ് കൊടുക്കലും വന്നിട്ട് അതിന് സമ്മതിക്കൂല അല്ലേ നിങ്ങൾ എന്നുള്ള ഭാവത്തിലാണ് തന്നൂട്ടി ഇരുന്നത്. അങ്ങനെ നമ്മുടെ തന്നൂട്ടിൻ്റെ അച്ഛൻ തന്നൂട്ടിക്ക് ആദ്യമായിട്ട് ചോറ് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് അമ്മേൻ്റെ അവസരം. അമ്മയും ചോറ് കൊടുത്തു. അപ്പോൾ തന്നൂട്ടിക്ക് ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ തന്നൂട്ടീനെ തന്നെ നോക്കിയിരിപ്പുണ്ടെന്ന് ആളാരാന്ന് കാണിച്ചു. അപ്പോൾ ആളാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ തന്നൂട്ടീൻ്റെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. മാനന്തവാടിയിൽ അതിന് കോഫി ഹൗസിലാട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്. കയറിയ പാടും ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ മട്ടൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ആ സോസിലൊക്കെ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരു ബിരിയാണി പൊറോട്ടയൊക്കെയാണ് കഴിച്ചത്. പക്ഷേ ഞാൻ മസാല ദോശയായിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ തനുവിൻ്റെ കാതുകുത്തലിന് വേണ്ടിയാണ്. ആളുടെ മുഖഭാവം കണ്ടിട്ട് ആൾക്ക് എന്തോ പിടികിട്ടിയതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര അടുത്താണ് തട്ടാൻ കാതുകുത്തുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ കാതുകുത്തിയപ്പോൾ തന്നെ ആൾ നല്ല രീതിയിൽ കരഞ്ഞു കേട്ടോ. പിന്നത്തെ കാതുകുത്തുന്ന കരയുന്ന കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ കാതൊക്കെ കുത്തി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് 5-6 വർഷം മനസ്സിലുള്ള ഒരാഗ്രഹം ഞാനങ്ങ് പുറത്തെടുത്തു. മൂക്ക് കുത്തണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനതിന് നിന്നില്ല. പിന്നെ കൊള്ളില്ലെങ്കിൽ ഊരി കളയാലോ എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് കുത്തി. അപ്പോൾ നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് തനൂട്ടീൻ്റെ അമ്മേൻ്റെ വീടാട്ടോ. അപ്പോൾ ഇതിന് കുറേ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. കുറേയൊക്കെ കൊഴിഞ്ഞു പോയി എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി ചെന്നൊരു ക്രാവിൻ്റെ അടുത്തേക്കാട്ടോ. നീ ഏതാടി ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ അവൻ എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് പുല്ല് കൊടുത്തു. പക്ഷേ അവൻ അതൊന്നും വേണ്ട. അവൻ്റെ കയ്യൊക്കെ മണത്ത് നോക്കുന്നുണ്ട്. 10 വർഷം മുന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇതുപോലൊരു കിടാവ്. ഇവന് പുല്ല് കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത ദൈവമേ മൂക്കുത്തിയത് റെഡിയായോ ഇല്ലയോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. കാരണം ആളുടെ കൂടെ ഇല്ലാന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റില്ല. ആളുണ്ടെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞു തരും. പിന്നെ അച്ഛനും അമ്മയോടും പറഞ്ഞില്ല. അതായിരുന്നു ഏറ്റവും വലിയ പേടി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ ഗായ്സ്.